ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ത്രെഡും ബീഡ്സും വെച്ചിട്ടുള്ളൊരു ഡിസൈനാണ് ചെയ്യുന്നത്. യോക്ക് പോർഷനിലായിട്ടാണ് നമ്മുടെ ഡിസൈൻ വരുന്നത്. ഒരു പ്ലീറ്റഡ് കുർത്തിയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഡിസൈനാണ്. എ ലൈൻ കുർത്തിയിലായാലും നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന പാറ്റേൺ ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് വരച്ചതെന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് നമുക്കിങ്ങനെ ഒരു ഫ്ലവറിൻ്റെ മോഡലിലാണ് വരച്ചു കൊടുക്കേണ്ടത്. നമ്മൾ ടെസൽ ഫ്ലവറിന് വേണ്ടിയിട്ട് വരച്ചു കൊടുക്കത്തില്ലേ, ആ ഒരു മോഡലിൽ നമ്മൾ വരച്ചു കൊടുത്തിട്ട് രണ്ട് സൈഡിലായിട്ടും റൗണ്ട് ഇട്ട് കൊടുക്കുക, സെൻറ്ററിലായിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം പിന്നെ ഇതിൽ ലീഫൊക്കെ വരുന്നുണ്ട്, ബ്രാഞ്ച് പോലെ ലീഫൊക്കെ വരുന്നുണ്ട്, വീണ്ടും റൗണ്ടൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇതാ കണ്ടോ, ഇതുപോലെയാണ് നമുക്ക് വരുന്നത്. സെൻറ്ററിലായിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്, അത് വരച്ചിരിക്കുന്നതാണ്. കണ്ടോ, ഇതുപോലെ നമുക്ക് ലീഫൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് വീണ്ടും ആ ഒരു ടെസൽ ഫ്ലവറിൻ്റെ തന്നെ ചെറിയ ഒരു സൈസ് പോലെ നമ്മൾ വരച്ചു കൊടുക്കുന്നുണ്ട്. വീണ്ടും അതിൻ്റെ താഴത്തേക്ക് ഇങ്ങനെ രണ്ട് റൗണ്ട്, പിന്നെ ലീഫ്, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് താഴോട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മൾ അടുത്ത തൊട്ട് ഇപ്പുറത്തെ സൈഡിലായിട്ട് നമ്മൾ രണ്ടെണ്ണം വീതം രണ്ട് സൈഡിലായിട്ടും വരച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെയും നമുക്ക് ഇതേ സെയിം, അതായത് ഇതേപോലെയൊക്കെ വരുന്ന സെയിം ഡിസൈൻ തന്നെയാണ് അവിടേക്ക് നമ്മൾ വരച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ കുറച്ച് താഴത്തേക്കായിട്ട് ഡിസൈൻ നിൽക്കണം കേട്ടോ. നമ്മുടെ യോക്ക് പോർഷൻ്റെ അവിടെ കറക്റ്റായിട്ട് ഡിസൈൻ നിൽക്കണം. അപ്പോൾ കണ്ടോ, ഇതുപോലെ നമ്മൾ വളരെ സിമ്പിളാണ്. ഇതിപ്പോൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ലീഫൊക്കെ നമ്മൾ വരച്ചു കൊടുക്കുക. കണ്ടോ, ഇതുപോലെ നമ്മൾ വരച്ചു കൊടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ റൗണ്ട് ടെസൽ ഫ്ലവറിൻ്റെ ആ ഒരു ഫ്ലവർ പോലെ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ വരച്ചു കൊടുത്ത് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഇതാണ് നമ്മുടെ പാറ്റേൺ. വലിയ കാര്യമൊന്നും അല്ല. കാണുമ്പോൾ ഭയങ്കര ഡിഫിക്കൾട്ടായിട്ട് തോന്നുമെങ്കിലും പക്ഷെ നമുക്ക് ഈസിയാണ് വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഇനി എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് വേണ്ടതെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് സെൻറ്ററിൽ നമ്മൾ വരച്ചിരിക്കുന്ന ആ ഒരു പാറ്റേൺ കുറച്ച് വലുതാണ്. അതിനുശേഷം രണ്ട് സൈഡിലായിട്ട് വരച്ചിരിക്കുന്നത് അതിനേക്കാളും ചെറുത് വേണം നിങ്ങൾ വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, സൈസ് വന്നിട്ട്. മനസ്സിലായോ? അപ്പോൾ ഇനി നമുക്ക് മെറ്റീരിയൽസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് വേണ്ടത് ത്രെഡാണ്. ഞാനിപ്പോൾ ഇവിടെ രണ്ട് കളറിലുള്ള ത്രെഡാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന മെറ്റീരിയലിന് ചേരുന്ന ത്രെഡ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. രണ്ട് കളർ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ രണ്ട് കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് കോട്ടൻ്റെ ത്രെഡാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ അറിയാമല്ലോ, സിൽക്ക് ത്രെഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്. കോട്ടൻ്റെ ത്രെഡ് എടുക്കുമ്പോൾ ആങ്കർ തന്നെ എടുക്കുക കേട്ടോ, അതാണ് കളർ പോകാത്ത ത്രെഡ്. അപ്പോൾ നമുക്ക് രണ്ട് ത്രെഡ് വേണം. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ബീഡ്സ് ആണ്. ബീഡ്സ് വന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു മൾട്ടിപ്പിൾ ഷെയ്ഡ് വരുന്ന ബീഡ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഗോൾഡൻ്റെ വേണമെന്നുണ്ടെങ്കിൽ അതെടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ആൻറ്റിക്കിൻ്റെ ബീഡ്സ് വേണമെന്നുണ്ടെങ്കിൽ അതെടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള ബീഡ്സ്, കട്ട് ബീഡ്സ് ഏതാണോ അതെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മൾട്ടിപ്പിളിൻ്റെ തന്നെ കുറച്ച് ചെറിയ സൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എൻ്റെ കയ്യിൽ കുറച്ച് ചെറിയ സൈസാണ് ഉണ്ടായിരുന്നത്, അപ്പോൾ ഞാൻ ചെറിയ സൈസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ വൈറ്റ് കളറിലുള്ള ട്രാൻസ്പെറൻറ്റ് കട്ട് ബീഡ്സ് ആണ് കേട്ടോ. കണ്ടോ, ഇതുപോലെ ട്രാൻസ്പെറൻറ്റ് കട്ട് ബീഡ്സ് ആണ് നമുക്ക് വേണ്ടത്. വൈറ്റ് ആണെന്നും പറയാം, അറിയാമല്ലോ, ട്രാൻസ്പെറൻറ്റ് വരുമ്പോൾ വൈറ്റ് ആ ഒരു ഷെയ്ഡാണ് വരുന്നത്. പക്ഷേ ഇത് പെട്ടെന്ന് കളർ പോകും കേട്ടോ, ഈ ഒരു ട്രാൻസ്പെറൻറ്റ് കട്ട് ബീഡ്സ്. അപ്പോൾ അതും എടുത്തിട്ട് നിങ്ങൾക്ക് ഇതിന് പകരം കറക്റ്റ് വൈറ്റ് ഉണ്ടല്ലോ, വൈറ്റ് കളറിലുള്ള കട്ട് ബീഡ്സ് എടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതെന്ന് വെച്ചാൽ വൈറ്റ് കളറിലുള്ള പേൾസ് ആണ് വേണ്ടത്. ഉണ്ടോ, ഇതാണ് വേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ചൊന്ന് വലിയ സൈസ് ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ചെറിയ സൈസ് എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയും മെറ്റീരിയൽസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ബേസ് ആയിട്ട് വരച്ചു കൊടുത്തിരിക്കുന്ന ആ ഒരു ലൈനിൽ കട്ട് ബീഡ്സ് ആണ് വെച്ചെടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും നമുക്ക് രണ്ടും മൂന്നും കട്ട് ബീഡ്സ് ഒക്കെ വെച്ചെടുത്തൂടെ, നമ്മളിപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ പോലത്തെ ലൈനല്ലേ ചെയ്യുന്നത്, അപ്പോൾ നമുക്ക് രണ്ടും മൂന്നും കട്ട് ബീഡ്സ് ഒക്കെ വെച്ച് ഒരുമിച്ച് വെച്ച് എടുക്കാവുന്നതാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മളിവിടെ ഓരോ കട്ട് ബീഡ്സ് വീതം വെച്ച് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ടൈമിൽ നമുക്ക് കുറച്ചുകൂടെ വർക്ക് പെർഫെക്റ്റ് ആയിട്ടും അതുപോലെ തന്നെ പക്ക ഫിനിഷിംഗ് ആയിട്ടും കിട്ടും. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ഓരോ കട്ട് ബീഡ്സ് വീതം ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് ടൈം എടുക്കുമെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത് ഓരോ കട്ട് ബീഡ് വീതം വെച്ച് കൊടുക്കുമ്പോഴത്തേക്കുമാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രസ്സിലൊക്കെയാണ് ചെയ്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടും മൂന്നും ഒക്കെ കട്ട് ബീഡ്സ് ഒരുമിച്ച് വെച്ച് കൊടുത്തിട്ട് പിന്നെ അങ്ങ് ലോക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതിന് വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ കുറച്ചുകൂടെ പക്കയായിട്ട് വരുന്നത് ഓരോ കട്ട് ബീഡ് വീതം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെച്ച് കൊടുക്കുമ്പോഴാണ്. പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്ന നീഡിലെന്ന് പറയുമ്പോൾ നീഡിൽ നമ്പർ 12 ആണ്. പിന്നെ നമ്മളിവിടെ ത്രെഡ് എടുത്തിരിക്കുന്നത് നമ്മുടെ നോർമൽ സീയിങ് ത്രെഡില്ലേ, ആ ഒരു ത്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്.
ഇപ്പോൾ മെറ്റീരിയൽ വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ എടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിലുള്ള മെറ്റീരിയൽ എടുക്കാം. പക്ഷെ നമ്മൾ ഇതിപ്പോൾ നമ്മൾ ബ്ലാക്ക് കളറിൽ ചേരുന്ന ബീഡ്സും ത്രെഡും ഒക്കെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മെറ്റീരിയലിൻ്റെ കളറിനനുസരിച്ച് നിങ്ങൾ ബീഡ്സും ത്രെഡിൻ്റെ ഒക്കെ കളറൊന്ന് മാറ്റി കൊടുക്കുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും കേട്ടോ. നമ്മളിവിടെ ഗ്ലാസ് മാർക്കിംഗ് പെൻസിൽ വെച്ചിട്ടാണ് കേട്ടോ ഇവിടെ ഡിസൈൻ വരച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ തുമ്പത്തായിട്ട് ഇതുപോലെ കട്ട് ബീഡ് വെച്ചിട്ട് അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം മുകളിൽ നമ്മൾ ആ ഒരു ഫ്ലവർ ആ ഒരു സംഭവം നമ്മൾ വരച്ചു കൊടുത്തിട്ടില്ലേ, അവിടെ ആയിട്ട് നമ്മൾ 3 കട്ട് ബീഡ് വീതം വൈറ്റ് കളറിലുള്ള, അതായത് ട്രാൻസ്പെറൻറ്റ് കട്ട് ബീഡ് 3 എണ്ണം വീതം ഇതുപോലെ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം താഴത്തേക്കായിട്ട് നമ്മളിങ്ങനെ ലീഫൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെച്ച് കൊടുക്കണം. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ലീഫൊന്നും വരച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ബിഗിനറൊക്കെ ആണെന്നുണ്ടെങ്കിൽ വരച്ചിട്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട.
പിന്നെ നമ്മൾ റൗണ്ട് നമ്മൾ വരച്ചു കൊടുത്തിട്ടില്ലേ, അതായത് നമുക്ക് ഫ്ലവർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് പേൾസ് വെച്ച് കൊടുക്കണം. ഡബിൾ സ്റ്റിച്ച് വേണം ചെയ്ത് കൊടുക്കാൻ വേണ്ടി. അതായത് നമുക്ക് ഒരു ബീഡ്സ് വെച്ചിട്ട് പേൾസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ 2 സ്റ്റിച്ച് ചെയ്യുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. പ്രത്യേകിച്ച് ജോർജറ്റിൻ്റെ മെറ്റീരിയലൊക്കെ 2 സ്റ്റിച്ച് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വലിയ ബീഡ്സ് അല്ലേ നമ്മൾ വെച്ച് കൊടുത്തത്, അതുകൊണ്ട് നമുക്ക് 2 സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴും 2 സ്റ്റിച്ച് തന്നെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഫ്ലവർ ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ റിംഗ് നോട്ട് ഫ്ലവറാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ബീഡ്സ് നമ്മൾ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുത്തില്ലായിരുന്നോ, അതിൻ്റെ ചുറ്റിനും നമുക്കിതുപോലെ റിംഗ് നോട്ട് സ്റ്റിച്ചുകൾ ഇട്ട് കൊടുക്കാം. റിംഗ് നോട്ട്, ഫ്രഞ്ച് നോട്ട്, പിന്നെ ലോങ് ഫ്രഞ്ച് നോട്ട്, പിന്നെ അതിൻ്റെയൊക്കെ ഫ്ലവർ, പിന്നെ നമ്മുടെ ബുള്ളിയൻ നോട്ട് സ്റ്റിച്ച്, ബുള്ളിയൻ റോസ്, അങ്ങനെ കുറച്ച് സ്റ്റിച്ചസ് പ്ലസ് നമ്മുടെ ഫ്ലവറും കൂടി ചെയ്ത് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം ആ ഒരു വീഡിയോ. അപ്പോൾ റിംഗ് നോട്ട് ഫ്ലവറൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ, എങ്കിൽ ഞാൻ പിൻ ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫ്ലവറും കൂടി ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈൻ ഇവിടെ കഴിഞ്ഞു കേട്ടോ. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇതുപോലെ തന്നെയാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കണം. നമ്മളിപ്പോൾ ആ ഒരു സൈഡിലായിട്ട് മഞ്ഞ കളർ വെച്ചിട്ടുള്ള ത്രെഡിൽ 2 ഫ്ലവർ ചെയ്ത് കൊടുത്തു. ഇപ്പുറത്തെ സൈഡിലായിട്ട് നമ്മൾ റോസ് കളറിലുള്ള ത്രെഡിൽ ഇതാ ഒറ്റ ഫ്ലവർ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ്. റിംഗ് നോട്ട് ഫ്ലവർ ചെയ്യുകയെന്ന് വെച്ചാൽ കുറച്ച് പ്രാക്ടീസ് വേണം എന്ന് മാത്രമേ ഉള്ളൂ. റിംഗ് നോട്ട് ഫ്ലവറൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് റിംഗ് നോട്ട് സ്റ്റിച്ച് പഠിക്കുക ആദ്യം, അതിന് ശേഷം റിംഗ് നോട്ട് ഫ്ലവർ പഠിക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് ബെറ്ററായിട്ട് ഓക്കെ ആയിട്ട് വന്നോളും. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഡിസൈൻ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ സെയിം മെത്തേഡിൽ തന്നെയാണ് നമ്മളിത് കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുക്കേണ്ടത്. കാരണം ഇത്രയേ ഉള്ളൂ കേട്ടോ. കാരണം ഒരു ടെസൽ ഫ്ലവറിൻ്റെ പോലെ വരച്ചിരിക്കുന്ന ആ ഒരു ഫ്ലവറിൻ്റെ മോഡൽ, അതും പിന്നെ നമുക്ക് ബാക്കി വന്നിരിക്കുന്ന ആ ഒരു ഫ്ലവറും പിന്നെ ലീഫും, അതെല്ലാം നമ്മളിതുപോലെ ചെയ്തെടുത്താൽ മതി ബാക്കി. അപ്പോൾ അപ്പോൾ നമുക്ക് ഫൈനൽ ലുക്ക് ഇതുപോലെ ആയിരിക്കും വരുന്നത് നമ്മളിത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ഡിസൈൻ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്ര വീഡിയോസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. താങ്ക്